ഇതാണ് സങ്കീർത്തനങ്ങൾ ഈശോ തന്നെ എന്നും പാടാറുള്ള പാട്ടുകളാണ്. പരിശുദ്ധാത്മാവിലൂടെ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇരിക്കാം. ഈശോയ്ക്ക് 1000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് രാജാവിലൂടെയും അതുപോലെയുള്ള വലിയ പ്രവാചകരിലൂടെ എഴുതപ്പെട്ടതും എല്ലാ സങ്കീർത്തനത്തിൻ്റെയും ഉള്ളടക്കം വിസ്മരണീയമായ രീതിയിൽ ഈശോയെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ 57-ാം സങ്കീർത്തനത്തിൽ കേട്ടു. 57 പാടിയില്ലേ? പാടിയായിരുന്നോ? അത് പാടില്ല. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകോളം. അപ്പൊ ഈ സങ്കീർത്തനങ്ങളിൽ ഇച്ചിരി സങ്കീർത്തനങ്ങളെക്കുറിച്ച് പറയാൻ പോവുകയാണ്. സങ്കീർത്തനങ്ങളിൽ ഓരോ വാക്കുകളും അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. കണ്ടോ? കൊടുങ്കാറ്റ്, കടന്നു പോകുവോളം, ഇതെല്ലാം പ്രതീകങ്ങളാണ്. ഈ ഓരോ വാക്കുകളുടെയും ആന്തരിക അർത്ഥം വളരെ വിസ്മരണീയമായ കാര്യങ്ങളാണ്. അത് രക്ഷാകര പദ്ധതിയുമായിട്ട്, ഈശോയുടെ ജീവിതവുമായിട്ടും നമ്മുടെ ജീവിതവുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്നാൽ ആ കാലഘട്ടത്തിലെ സാധാരണ മനുഷ്യർ കൊയ്ത്തുപാട്ടായിട്ടും വെള്ളം കോരാൻ പോകുന്ന നേരത്ത് പാടുന്നതായിട്ടും മിറ്റമടിക്കുന്ന നേരത്ത് പാടുന്നതായിട്ടും കറിക്കരിയുമ്പോൾ പാടുന്നതായിട്ടും എല്ലാം എല്ലാ ദിവസവും ഇങ്ങനെ പാടി പാടി അവരുടെ ജീവിതത്തിൻ്റെ താളമായി മാറിയത്. സങ്കീർത്തനങ്ങൾ അങ്ങനെ നമ്മുടെയും ജീവിതത്തിൻ്റെ താളമായി മാറണം. ഈ 3 ദിവസം കൊണ്ട് കേട്ടോ, നിങ്ങൾ ഏതാനും സങ്കീർത്തനത്തിൻ്റെ ഈരടികൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആഴമായി പതിയും. അത് ഈശോയും മാതാവും ഔസേപ്പിതാവും എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും അവർ ഇങ്ങനെ പാടി പാടി നടക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മാതാവ് അവിടെ മുറ്റത്ത് വെള്ളം ഒഴിച്ച് ചെടി നനയ്ക്കണ നേരത്ത് പാടുന്നു. അതേ പാട്ടിൻ്റെ ഈരടിക്ക് ഇവിടെ ഉത്തരം കൊടുക്കുന്നു. ഔസേപ്പിതാവ് കൊട്ടോടിയും കൊണ്ട് പണിയണ നേരത്ത് അതിന് ഉത്തരം കൊടുക്കണു. എന്നോട് കൃപയുണ്ടാകണമേ എന്നവിടെ മാതാവ് പാടുമ്പോഴേക്കും ഇവിടെ ഔസേപ്പൻ്റെ ബാക്കി പാടുന്നു. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്, വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്. എന്താണ് ഈ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ്? വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് പാപമാണ്. മനുഷ്യനിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഉണ്ടാകുന്ന പാപം. പക്ഷേ എന്താണ് ഈ കൊടുങ്കാറ്റിൻ്റെ ഒരു പ്രത്യേകത? ചിന്തിക്കണം. കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത എന്താ? കൊടുങ്കാറ്റിൻ്റെ പ്രത്യേകത അത് പെട്ടെന്ന് പോകും. അത് നൈമിഷികമാണ്. കൊടുങ്കാറ്റിങ്ങനെ ഊതി കുറേ നാളിങ്ങനെ നിൽക്കില്ല. എന്ന പോലെ തന്നെയാണ് പാപം. പാപം നശ്വരമാണ്. പാപം ഭൂമിയിൽ നിന്നുള്ളതാണ്. എന്നാൽ കൃപയാകട്ടെ ദൈവത്തിൽ നിന്നുള്ളതാണ്. കൃപ ദൈവത്തിൽ നിന്നാണ്, അത് അനശ്വരമാണ്. അപ്പോൾ വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകോളം ഞാനങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. കൃപ എന്നത് ദൈവികത മാനുഷികതയിൽ ലയിക്കുന്നതാണ്. കൃപയിലൂടെ മാത്രമേ ഒരുവന്
അവൻ്റെ പാപത്തിൽ നിന്ന് മോചനമുള്ളൂ. അതന്നും ഇന്നും ഇസ്രായേൽ ജനം എന്നും പാടിയിരുന്നു, ഞങ്ങളോട് കൃപയുണ്ടാകണം, ഞങ്ങൾക്ക് ഈ പാപത്തിൽ നിന്ന് മോചിക്കപ്പെടാനായിട്ടൊരു വ്യവസ്ഥ വേണം. എന്നിട്ട് അടുത്ത വചനമാണ്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി എന്ത് ചെയ്തു തരുന്ന? എല്ലാം ചെയ്തു തരുന്ന, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ താൻ വിളിക്കുന്നു. ആ ദൈവം എവിടെയാ? അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടിയെല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ചെന്നെ രക്ഷിക്കും. എല്ലാവരും എന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കണ്ടോ, സഹായമയച്ചെന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. ദൈവം തന്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ, അവിടുന്ന് നമ്മളെ രക്ഷിക്കാൻ ഭൂമിയിൽ നിന്നൊന്നുമല്ല കൊണ്ടുവരുന്നത്, സ്വർഗത്തിൽ നിന്നൊരു സഹായം കൊണ്ടുവരും. അതാണ് കൃപ, അതാണ് കർത്താവ് ഈശോ മിശിഹാ. അതാണ് ഈശോ മിശിഹാ പറഞ്ഞത്, ഞാനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിങ്ങളുടെ സഹായം. എൻ്റെ ശരീരവും ഭക്ഷിക്കുന്നവൻ ഇനി ഒരിക്കലും പാപം ചെയ്യാൻ പറ്റില്ല. ഞാൻ മറ്റൊരു സഹായകനെയും തരും, പരിശുദ്ധാത്മാവ്. ഒരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല, എപ്പോഴും നിങ്ങളോട് കൂടി ആയിരിക്കാൻ മറ്റൊരു സഹായം. ഇപ്പോൾ നമ്മൾ പാടിക്കേട്ട സങ്കീർത്തനം 16-ാം സങ്കീർത്തനമാണ്. അതിൽ പറയാണ്, കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. ഓഹരി എന്ന് പറഞ്ഞാൽ എന്താ? ഓഹരി നമ്മുടെ അവകാശമാണ്. നമ്മൾ 5 മക്കളുണ്ട്, വീട്ടിൽ 5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ 1 ഏക്കർ നമ്മുടെ ഓഹരിയാണ്. അത് നമുക്ക് എഴുതി തരികയാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. വിശിഷ്ടമായ അവകാശം. അപ്പോൾ അവകാശം ഓഹരി. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈ ഭൗതികമായ കാഴ്ചപ്പാടനുസരിച്ചല്ല. 5 ഏക്കർ സ്ഥലമുണ്ട്, 5 മക്കളുണ്ട്, എല്ലാവർക്കും 1 ഏക്കർ കിട്ടണം. എന്നാൽ ദൈവത്തിൻ്റെ ഓഹരി, കർത്താവാണെൻ്റെ ഓഹരി. കണ്ടോ, കർത്താവ് തന്നെ. കർത്താവാണ് നമ്മുടെ ഓഹരി. കർത്താവ് ഉണ്ടാക്കിയ വസ്തുവോ കർത്താവ് ഉണ്ടാക്കിയ പറമ്പോ മുറിച്ച് കിട്ടുന്ന പോലെയല്ല. ഒന്ന് കൈവീശി കാണിച്ചേ, ഉറങ്ങാൻ പറ്റിയ സമയമാണ്. കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും, എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. എനിക്കുപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എൻ്റെ അന്തരംഗത്തിൽ പ്രബോധനം
നിറയുന്നു. ഗുഡ്. അപ്പോൾ ഇത് ഇച്ചിരി വിശദീകരണം ആവശ്യമുള്ളതാണ്. ഈ ഫാന് കൂടി ഒന്ന് നമ്മൾ തിരിച്ചു വെച്ചാലോ. ഈ വലിയൊരു രഹസ്യമാണ് കേട്ടോ. ഒന്ന് കൈവീശി കാണിച്ചേ. രഹസ്യമാണ്. ഓക്കെ. അതായത് ഈശോ പറഞ്ഞു നിനക്ക് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നീ എന്ത് ചോദിച്ചാലും ലഭിക്കും. കടുക് മണിയോളം വിശ്വാസം. എന്തതിൻ്റെ അർത്ഥം? വേറൊരു രഹസ്യം പറയുകയാണെങ്കിൽ ഈശോ പറഞ്ഞേക്കണ ഉപമകളെല്ലാം അധികവും നമ്മുടെ അമ്മച്ചിമാർക്കുള്ളതാണ്. അതായത് ലേഡീസ്, സഹോദരിമാരെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അടുക്കളയെ കേന്ദ്രീകരിച്ചിട്ടാണ്. അടുക്കള, കടുക് മണി, ഉപ്പ്, പുളിപ്പ്, എണ്ണ, വിളക്ക്, ഇതെല്ലാം അടുക്കള കാര്യങ്ങളാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ് നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ കടുക് മണിയോളം വിശ്വാസം എന്ന് പറയുന്നതും കർത്താവാണെൻ്റെ ഓഹരിയും എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സഹവാസമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നവനിൽ ദൈവം വസിക്കുന്നു. നിനക്കൊരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും ശ്രദ്ധയോടെ ഒന്ന് കേട്ടെ. ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് ആരോ കൈ വീശാണ്ട് അവിടെ ഇരിക്കുന്നു. അയാളുടെ തോളത്തൊരു തട്ടിയേ. അതായത് ദൈവത്തിൻ്റെ അസ്തിത്വം അനന്തമാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം അനന്തമാണ്. മനസ്സിലായോ? ദൈവം അനന്തനാണ്, സർവാധിപനാണ്, സകലത്തിൻ്റെയും നാഥനാണ്. കണ്ടോ? സകലത്തിൻ്റെയും നാഥൻ, സർവാധിപൻ, സൃഷ്ടാവ്, അനന്തനാണ്. അനന്തതയിൽ നിന്ന് ഒരംശം കിട്ടിയാൽ, ഒരു ഓഹരി കിട്ടിയാൽ അതെത്രയാ? കർത്താവാണെൻ്റെ ഓഹരി. അനന്തതയിൽ നിന്ന് ഒരോഹരി, ഒരു പോർഷൻ കിട്ടിയാൽ, 1000-ലൊരു അംശം കിട്ടിയാലും അത് അനന്തത തന്നെയാണ്. ഇതാണ് വലിയ രഹസ്യം. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മാത്തമാറ്റിക്സിലെല്ലാം പഠിക്കുന്നൊരു കാര്യം ഇതാണ്: ഇൻഫിനിറ്റ് ഡിവൈഡഡ് ബൈ എനിത്തിങ് ഈക്വൽ ടു ഇൻഫിനിറ്റ്. അനന്തതയെ എത്ര കൊണ്ട് ഹരിച്ചാലും അനന്തത തന്നെയാണ് കിട്ടുന്നത്. അനന്തതയുടെ 100-ലൊന്ന് അനന്തത തന്നെയാണ്. അനന്തതയുടെ 1000-ലൊന്ന് അനന്തത തന്നെയാണ്. അനന്തതയുടെ 10,000-ലൊന്ന് അനന്തത തന്നെയാണ്. അനന്തതയുടെ 1,000,000-ൽ ഒരു കടുക് മണി അനന്തത തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലാക്കിയാൽ രക്ഷിച്ചു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ അനന്തതയാവുന്ന ദൈവത്തിൻ്റെ ഒരു ഓഹരി കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്ന് കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താണ് ഈ അവകാശം? കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും. അപ്പോൾ ഇതിനെ വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ, ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മനസ്സിലായാൽ നിങ്ങൾ തുള്ളിച്ചാടും. ഇവിടെ നമ്മൾ വിശുദ്ധ കുർബാന അച്ഛൻ വലിയ ഓസ്തി വാഴ്ത്തി. ഈ വലിയ ഓസ്തി ഈശോ ആണ്. പക്ഷെ നമുക്ക് ആ വലിയ ഓസ്തി അല്ലല്ലോ നമുക്ക് തരുന്നത്. ആ വലിയ ഓസ്തി, ആ ദിവ്യകാരുണ്യനാഥനെ മുറിച്ച്, ഒടിച്ച്,
മുറിച്ച് അതിൽ നിന്നൊരു നുറുക്ക് നമുക്ക് തരുന്നു. അപ്പോൾ അതെങ്ങനെയാ? ഈ വലിയ ഓസ്തിയിലുള്ള ഈശോ തന്നെ ഈ ചെറിയ ഓസ്തിയിലുണ്ടെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടില്ലേ? എന്തുകൊണ്ടാണ്? അതാണ് അതിൻ്റെ രഹസ്യം. അങ്ങനെ കുർബാന സ്വീകരണ സമയത്ത് കുർബാനയ്ക്ക് കൊടുത്താൻ കഴിയാറായപ്പോഴേക്കും വേറെ കുറേ പേരുകൂടി വന്നു. അയ്യോ ഇപ്പം എന്താ ചെയ്യുക? അപ്പം എന്തു ചെയ്യും? ഈ ചെറിയ ഓസ്തിനെ വീണ്ടും നുറുക്കി കൊടുക്കണം. വിചാരിക്കൂ, അങ്ങനെ നുറുക്കി 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 ഒരു കടുക് മണിയേ ഉള്ളൂ. ആ കടുക് മണി കിട്ടിയാൽ നിങ്ങൾക്ക് സമാധാനം ആവോ ഇല്ലയോ? നമ്മളെന്ത് വിശ്വസിക്കുന്നു? ആ കടുക് മണിയിൽ ആരുണ്ട്? മുഴുവനായും കർത്താവുണ്ട്. പ്രൈസ് ദ ലോർഡ് എന്ന് കരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ ഭാഗധേയമവിടുത്തെ കരങ്ങളിലാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിലാണ് ഈശോ പറയുന്നത്, അല്ലെങ്കിൽ ഈശോ പാടുന്നത്, ഈശോ എന്നെന്നും പാടിക്കൊണ്ടിരുന്നത് എന്താണ്? തൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല. അവനിങ്ങനെ ഉറങ്ങുകയാണെന്നാണ്. ആ വരി ഒന്ന് പാടിയേ. കർത്താവെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്, അവിടുന്ന് എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ടു ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗമാനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. വലിയ രഹസ്യമാണ് ഈ പറയുന്നത്. അതായത് ഒന്ന്, അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല എന്ന് പറയുന്നത് ഈശോയുടെ ശരീരം ജീർണിക്കാൻ അനുവദിക്കാതെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നതാണ്. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല. ഇതെന്നും പാടിക്കൊണ്ട് നടന്നിരുന്ന സങ്കീർത്തനമാണിത്. താങ്ക് യു. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കയില്ല എന്ന് പറഞ്ഞാൽ ഈശോ ആ ഒലിമലയുടെ താഴ്വരയിലൂടെയൊക്കെ പാടുന്നത് എൻ്റെ സ്വപ്നത്തിൽ ഞാനിങ്ങനെ കാണാൻ. അവിടുത്തെ അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. കാരണം ഇവരെല്ലാവരും കൂടി യേശുവിനെ കൊല്ലണം. എന്തിനാ കൊല്ലണത്? അത് മനുഷ്യവംശത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻകുട്ടിയായ ഈശോ തമ്പുരാനെ കണ്ടോ, ഭൂലോക പാപം മുഴുവനും നീക്കാൻ വേണ്ടിയാണ്. മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവേ, എങ്ങനെയാണ് ഈ പ്രത്യാശ? ഈ മനുഷ്യവംശം മുഴുവൻ്റെയും പാപം യേശു ഏറ്റെടുക്കുന്നതിലൂടെയാണ്. യേശു അവൻ്റെ ശരീരം വിശ്രമിക്കുന്നു. ശരീരം വിശ്രമിക്കുന്നു. ആ വിശ്രമ സമയമാണ് ഞാൻ രാവിലെ പറഞ്ഞു, യേശുവിൻ്റെ മർത്യ ശരീരം അമർത്യ ശരീരമായി മാറി. അത് ജീർണിക്കാൻ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ആദ്യം പാടി നോക്കിയേ, കർത്താവെപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. പിതാവായ ദൈവം, ത്രിത്വൈക ദൈവം എപ്പോഴും ഈശോയുടെ കൂടെ ഉണ്ട്. ഈശോ മരിക്കുമ്പോഴും ഉണ്ട്. ഈശോ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവും ശരീരവും വിടുന്നു എന്നേ ഉള്ളൂ. ആത്മാവും അവിടെയുണ്ട്, ശരീരവും അവിടെയുണ്ട്. ആ ശരീരത്തിലെ ദൈവത്വം നഷ്ടപ്പെടുന്നില്ല. ആ ശരീരം
ആത്മാവിനോട് ചേർന്ന് വീണ്ടും പുത്തൻ ശരീരമായി മാറാനുള്ളതാണ്. യേശു മരിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും, ഈശോ മരിച്ചു എന്നതിൽ നിന്നും വളരെ വിജയകരമായ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ്, അവൻ തൻ്റെ മരണത്താൽ മരണത്തെ കീഴടക്കി, പിശാചിനെ പരാജയപ്പെടുത്തി തൻ്റെ കുരിശിനാൽ. യേശു മരിച്ചു എന്നത് ഒരു വലിയ സന്തോഷമാണ്. ലോകം മുഴുവനെയും പുതിയ സൃഷ്ടിയാക്കുന്നതിനുള്ള ഒരു പദ്ധതിയായിരുന്നു യേശുവിൻ്റെ മരണവും സംസ്കാരവും പുനരുത്ഥാനവും. മരണവും പുനരുത്ഥാനം എന്ന് മാത്രം പറയരുത്. വിശ്വാസ പ്രമാണത്തിലും കുർബാനയിലുള്ള പ്രാർത്ഥനയിലുമെല്ലാം അവൻ പീഡ സഹിച്ച് മരിച്ച് സംസ്കരിക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തി. സംസ്കരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, നീ അവിടെ പോയി. ഞാൻ ശവസംസ്കാരത്തിന് പോയി. എന്തിനു പോയി? ശവ സംസ്കാരത്തിന് പോയി. സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർണം സംസ്കരിക്കപ്പെട്ടു. സ്വർണം സംസ്കരിക്കപ്പെട്ടപ്പോൾ എന്തായി മാറി? ശുദ്ധീകരിക്കപ്പെട്ടു, തങ്കമായി മാറി. ഇരുമ്പയിര് സംസ്കരിക്കപ്പെട്ടു, അപ്പോൾ നല്ല ഇരുമ്പായി മാറി. അപ്പോൾ സംസ്കരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രൂപാന്തരീകരിക്കപ്പെടുന്നു എന്നർത്ഥം. നമ്മളുടെ ശരീരം സംസ്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് പുതിയ ശരീരമാകാൻ വേണ്ടി ആണത്. നമ്മൾ ഓരോരുത്തരും മരിച്ച ശരീരം സംസ്കരിക്കപ്പെടുമ്പോൾ നമ്മൾ അതിൽ വിശ്വസിക്കുന്നത് ഇതാണ്, ഈ ശരീരം പിന്നീട് ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്നത്, വിശ്വസിക്കുന്നത്, ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ശരീരം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തോടൊപ്പം വസിക്കും. ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം. ഒന്ന് അടുത്തിരിക്കണ അമ്മച്ചിനൊന്ന് നോക്കിയേ, ഈ ആൾ ഉയർത്തെഴുന്നേക്കോ ഇല്ലയോ? ഒന്ന് നോക്കിയേ. നീ ഉയർത്തെഴുന്നേറ്റ് നിനക്ക് ദൈവത്തിൻ്റെ ശരീരം ഉണ്ടാകും. ഒന്ന് പറഞ്ഞ മുഖത്ത് നോക്കി. നിന്റെ ശരീരത്തിൻ്റെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ശരീരോ? ഏത്? നമ്മൾ ഈ ശരീരം എന്ന് പറയുമ്പോൾ ആകെ മോശമായ എന്തോ ആയിട്ടാണ് കാണുന്നത്. അല്ല, ഈ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ്. ഈ ശരീരത്തെയും ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ഈ ശരീരത്തെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഈ ശരീരം മരിച്ചാൽ അത് ജീർണിക്കും. ജീർണിച്ചാൽ ഗോതമ്പ് മണി ചീഞ്ഞ പോലെ ചീഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു മണി ഗോതമ്പിൽ നിന്നും ഒരു പുതിയ ഗോതമ്പ് ചെടി ഉയർത്തെഴുന്നേറ്റ് അതിൽ ധാരാളം ഗോതമ്പ് മണികളുണ്ടാവും. എന്ന പോലെയാണ് എല്ലാ മനുഷ്യരും. അതുകൊണ്ട് മരിക്കണം എന്നത് ഭയങ്കര ആഗ്രഹമായിരിക്കണം നമ്മുടെ. മരിക്കണം വേണ്ടയോ? മരിച്ചാലേ ലാഭമുള്ളൂ. ഇവിടെ തന്നെ ജീവിച്ചു പോകാൻ വേണ്ടി അല്ല നമ്മുടെ ജീവിതം. മരിച്ച് ഗോതമ്പ് മണി ചീയുന്ന പോലെ ചീഞ്ഞ് ഗോതമ്പ് മണി ചീയുന്ന പോലെ ചീഞ്ഞ് കഴിയുമ്പോൾ പുതിയ ഒരു ചെടി തളിർത്ത് വരും, അതിൽ ധാരാളം ഗോതമ്പ്. എന്ന പോലെ യേശുവിൻ്റെ ശരീരം ജീർണിച്ചില്ല. നമ്മുടെ ശരീരം ജീർണിച്ചാലും അത് ഉയർത്തെഴുന്നേക്കും. അത് ഉയർത്തെഴുന്നേറ്റ് ആത്മീയ ശരീരമായി മാറും. അങ്ങനെയാണ് നമ്മൾ, ആ വിശ്വാസത്തോടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നിങ്ങൾക്കറിയോ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വേഗം മരിക്കാൻ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഒന്ന് കൈവീശി കാണിച്ചേ. ഹലോ, ഒന്ന് കൈവീശി. ഞാൻ മരിക്കണ ദിവസം സ്വർഗത്തിൽ ഭയങ്കര ഒരു ജനക്കൂട്ടം, കുറേ പേരെല്ലാവരും കൂടി പത്രോസിൻ്റെ അടുത്ത് വലിയ ബാനറുമായിട്ട് വന്നിരിക്കുകയാണ്. തോമസ് പോൾ വെൽക്കം. അപ്പോൾ നിങ്ങളെന്ത് ഈ ബഹളം ഉണ്ടാക്കണേ? ഹേയ്, ഞങ്ങളുടെ തോമസ് പോൾ വരാണെന്ന്. അതെങ്ങനെ നിങ്ങളുടെ തോമസ് പോൾ എന്ന് പറയുന്നത്? ഞങ്ങളൊക്കെ ഈ തോമസ് പോളിൻ്റെ
വചന പ്രഘോഷണം കേട്ടിട്ടാണ് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും അനേകം ആത്മാക്കളെ നേടിയിട്ട് ഇങ്ങോട്ട് വന്നത്. പ്രൈസ് ദ ലോർഡ്. എന്നാൽ ഞാനും വരണ്ടെന്ന് പറഞ്ഞ് പത്രോസും കൂടെ വന്നു നമുക്ക് തോമസ് പോളിനെ സ്വീകരിക്കാൻ. അപ്പോൾ ക്രിസ്ത്യാനി മരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കള്ളനും മരിച്ചോ? നല്ല കള്ളനും സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. നല്ല കള്ളൻ സ്വർഗത്തിൽ പോയോ ഇല്ലയോ? നിങ്ങൾക്ക് എങ്ങനെ പോകണം സ്വർഗത്തിൽ? നല്ല കള്ളൻ്റെ മാതിരി പോകണോ അതോ കൊച്ചു ത്രേസ്യയുടെ മാതിരി പോകണോ? ഈ കൊച്ചു ത്രേസ്യയും അൽഫോൻസാമ്മയും ചവറാച്ചനും ഇവരെല്ലാം സ്വർഗത്തിൽ പോയപ്പോൾ അവരവിടെ എത്തുന്നതിന് മുമ്പ് അനേകരെ സ്വർഗത്തിലേക്ക് കയറ്റി. അവരിപ്പോഴും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വിചാരിക്കരുത് നമ്മൾ മരിച്ചതോടെ എല്ലാം കഴിഞ്ഞു എന്ന്. ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ മരിച്ചതോടെ എല്ലാം ആരംഭിക്കുന്നു എന്ന് വിശ്വസിക്കണം. അൽഫോൻസാമ്മ മരിച്ചു. അതോടുകൂടി അൽഫോൻസാമ്മയ്ക്ക് ലോകം മുഴുവനും പ്രവർത്തിക്കാൻ സൗകര്യമായി. മദർ തെരേസ മരിച്ചു. അതോടുകൂടി ലോകം മുഴുവനിലും പ്രവർത്തിക്കാൻ സൗകര്യമായി. എന്നപോലെ തോമസ് പോൾ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവൻ്റെ ആത്മാവ് സ്വർഗത്തിൽ ചെന്നു. ഇത് അവിടെയുള്ള ആളുകളെല്ലാവരും സ്വീകരിച്ചു. പത്രോസും സ്വീകരിച്ചിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യമുണ്ട്, നാട്ടിൽ പറഞ്ഞ മാതിരി പറഞ്ഞാൽ പോരാ. നാട്ടിൽ നിനക്ക് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് നിന്നിട്ടേ വചനം പറയാൻ പറ്റുള്ളൂ. നീ മരിച്ചു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നിനക്ക് ചൈനയിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, റഷ്യ, ഇംഗ്ലണ്ട്, അമേരിക്ക, ഇവിടെ എല്ലായിടത്തും ഒരു സമയത്ത് പറയാം. അതുകൊണ്ട് RIP എന്നും പറഞ്ഞിരുന്നാൽ പറ്റൂല, റെസ്റ്റ് ഇൻ പീസ് എന്നും പറഞ്ഞിട്ടിരുന്നാൽ പറ്റൂല. നമുക്ക് വേഗം ദൈവരാജ്യം പ്രചരിക്കണം. യെസ്, റെഡി. ഞാൻ ഉടനെ ഇറങ്ങി പിറ്റേ ദിവസം. ഇതാണ് ക്രിസ്ത്യാനി മരിച്ചാലുണ്ടാവുന്നത്. എന്ത് വേണം? മരിക്കണോ അതിവിടെ കിടക്കണോ? മരിക്കണോ അതിവിടെ കിടക്കണോ? ഇവിടെ കിടന്നിട്ട് ഒരു പ്രയോജനമില്ല. എന്താ പ്രയോജനം? ആരോടെങ്കിലും ഇത്രപ്പെടുത്ത് അത് കൂടി ഒരു കൺവെൻഷന് കുറച്ച് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതം, മരണാനന്തര ജീവിതം, വലിയ അനുഗ്രഹങ്ങളും വലിയ അവസരങ്ങളും ഉള്ള ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കും. നമ്മളിങ്ങനെ വിചാരിക്കേണ്ട, ഈ അൽഫോൻസാമ്മേനെയും ചവറാച്ചനെയൊക്കെ വിശുദ്ധരാക്കിയ പോലെ നാമകരണ നടപടിയൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരും നമ്മളും ഒരുപോലെ തന്നെയാണ്. അവിടെ ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃഗരെല്ലാരും മഹിമോദ്ധാനത്തിൽ ശരണം തേടുന്നു. അപ്പം നമ്മളുടെ ശരീരത്തിൻ്റെ ഉയർപ്പിലുള്ള പ്രത്യാശയിലാണ് ഒരു ക്രിസ്ത്യാനി ഇവിടെ ജീവിക്കേണ്ടതെന്നർത്ഥം. ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ 25 വർഷമായി ഫുൾ ടൈം കർത്താവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ 10 വർഷമൊന്നും എനിക്ക് ഇത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഈ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ. പക്ഷേ എനിക്കൊരിക്കൽ മനസ്സിലായി, മരിച്ചു കഴിഞ്ഞാൽ നേട്ടമാണെന്ന്. മരണം നേട്ടമാണ്. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം പൂർണ്ണമായ ക്രിസ്തീയ നിത്യതയിലേക്ക് പ്രവേശിക്കുകയും ഞാൻ ഈ വിശുദ്ധരോടൊപ്പം കൊച്ചു തെരേസയും അമ്മ തെരേസയും അൽഫോൻസാമ്മയോടൊപ്പം ലോകം മുഴുവനും പ്രവർത്തിക്കാനുള്ള ഒരവസ്ഥയാണെന്നും എൻ്റെ ശരീരം ഇവിടെ ചീഞ്ഞു പോയാലും ആ ശരീരം അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും അങ്ങനെ എൻ്റെ ശരീരവും ആത്മാവും അമർത്യമായ ആത്മാവോട് എൻ്റെ മർത്യ ശരീരം അമർത്യമാകും എന്ന് എനിക്കങ്ങ് വിശ്വാസം വന്നതോടുകൂടി എനിക്ക് മരിക്കാനും ഒരു ഭയമില്ല. എനിക്ക് എന്ത് രോഗം വന്നാലും ഒരു ഭയവുമില്ല.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് രോഗം വന്നാൽ ഞാൻ മരിക്കാൻ വേണ്ടിയാണ് എൻ്റെ രോഗം. ആശുപത്രിയിൽ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, പക്ഷേ വെന്റിലേറ്ററെല്ലാം വെച്ച് അങ്ങ് നീട്ടൊന്നും വേണ്ട, അത് വേഗം മരിച്ചോട്ടെ. ഇതൊക്കെ കാശുണ്ടാക്കുന്ന ചില പരിപാടിയാണ് ഈ വെന്റിലേറ്ററൊക്കെ. എന്തിനാ വെറുതെ ഒരു 10 ദിവസം നേരത്തെ മരിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താ കുഴപ്പം പറയും? എന്താ കുഴപ്പം പറഞ്ഞേ? 1 മാസം കൂടി അങ്ങ് നീട്ടിന്ന് പറഞ്ഞിട്ട് വല്ല പ്രയോജനമുണ്ടോ? നമ്മൾ മരിക്കണം എന്നത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. ഒന്നെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് പാടിയേ, മരണത്തിന് സല്യൂട്ട് ചെയ്തുകൊണ്ട്. മരണമേ സ്വാഗതം, എനിക്ക് സ്വർഗത്തിലേക്ക് വേഗം പോകണം, അതാണ് എൻ്റെ ദേശം എന്നുള്ള അർത്ഥത്തിലൊന്ന് പാടിയേ. എൻ്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലോ. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, പാട് ഉച്ചത്തിൽ പാട്. അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. അക്കരെയാണ് എൻ്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കിയ ഭവനമുണ്ട്. പ്രൈസ് ദ ലോർഡ്. പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. മനസ്സിലായോ? നമ്മളെല്ലാവരും ഭയങ്കര ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കണേ. എന്നോട് ക്ഷമിക്കണോട്ടോ ഇതൊക്കെ പറയണത്, സത്യം പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ഈശോ തന്നെ പറയാണ്, നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ എന്ത് ലക്ഷ്യം വെച്ച് ജീവിക്കണം? സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കണം. ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം, എൻ്റെ ജീവിതം ഈ ഭൂമിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. അതാണ് പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ പറയുന്നത്. വീണ്ടും വീണ്ടും പറയാൻ തോന്നുകയാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം. എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടുന്ന് മരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ആൾക്കാരൊന്നും കാണാൻ പറ്റൂലല്ലോ, പ്രയാസമാണ്. അപ്പോൾ ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യം. വിശ്വാസം എന്ന് പറയുന്നത്, ഇരിക്കാം, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്, വിശിഷ്ടമായ അവകാശം എനിക്കു ലഭിച്ചിരിക്കുന്നു. അതായത് ഈ ഭയങ്കര രസമാണ്. ഇതിനകത്ത് ഭാഷ നോക്കുമ്പോൾ ഓഹരി അളന്ന് കിട്ടിയിരിക്കണം. നമ്മളപ്പം വയസ്സായി കഴിഞ്ഞപ്പോൾ അപ്പനെല്ലാവർക്കും അളന്ന് ഓരോരുത്തർക്കും ഓഹരി മേടിച്ചു കൊടുത്തതാണ്. പക്ഷെ അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ നോക്കുമ്പോൾ പറയാണ്, കർത്താവാണെൻ്റെ ഓഹരി. കർത്താവ് ഒരു ഭൗതിക സമ്പത്താണോ? അല്ല. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലിക്ക് കിടക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. അതായത് വിശ്വാസം എന്നത് ദൈവത്തിൻ്റെ ആവാസമാണ്, ദൈവമാണ് നമ്മുടെ ഓഹരി. ആ ദൈവം എന്ന അനന്തതയിൽ നിന്നും ഒരു ഓഹരി, ഒരംശം കിട്ടിയാൽ, ഒരു കടുകുമണി കിട്ടിയാൽ, ആ കടുകുമണിയിൽ എന്തുണ്ട്? ആ കടുകുമണിയിൽ അനന്തതയുണ്ട്. ആ കടുകുമണി അനന്തത തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിൽ മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ, കണ്ടോ, വിശുദ്ധ കുർബാനയിൽ എന്താ? നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എന്നിട്ട് ഈശോ പറയാം,
സ്വർഗ്ഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് മിശിഹായുടെ ശരീരവും രക്തവും സ്വീകരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നിട്ട് വൈദികൻ ആ ശരീരവും രക്തവും നൽകിക്കൊണ്ട്, ഇത് കർത്താവ് മിശിഹായുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമായിട്ട് നൽകപ്പെടുന്നുണ്ട്. പാപമോചനത്തിനും നിത്യജീവനുമായിട്ട് സ്വീകരിച്ചു. ഇപ്പം എന്ത് കിട്ടി? കടുകുമണി കിട്ടിയോ? ഈ കടുകുമണിയിൽ എന്തുണ്ട്? കർത്താവാണെൻ്റെ ഓഹരിയും പാനപാത്രവും, അഭികാമ്യമായ ദാനമാണെനിക്ക് അളന്നു. അപ്പോൾ ഇത് അളന്നു എന്നൊക്കെ പറയുന്നെങ്കിലും ഇത് ഒരിക്കലും അളക്കാൻ പറ്റാത്ത, അളവില്ലാത്ത അനന്തകാരുണ്യമാണ്, അഗ്രാഹ്യമായ ഒന്നാണ്. അപ്പോൾ ഈശോ തന്നെ ഈശോയുടെ ജീവിതത്തിനെ കുറിച്ചാണ് ഇവിടെ പാടുന്നത്. ഈശോ തന്നെ പാടുന്നത് എന്താണ്? ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് അനന്തതയാണെന്നും കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ഏതവസ്ഥയിലും, ഈ കുരിശിൽ മരിക്കുന്ന അവസ്ഥയിലും, അടക്കുന്ന അവസ്ഥയിലും, അടക്കിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലും കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. കേട്ടോ, ആ അവസ്ഥ നമ്മൾ ഓരോരുത്തർക്കും നൽകുക എന്നതാണ് അവിടുത്തെ ഉത്ഥാനത്തിലൂടെ. നമുക്കൊന്ന് സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒന്നെല്ലാവരും ശബ്ദം ഉയർത്തി സ്തുതിച്ച് യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.